ഈശോയിലേറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 16-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നേ ദിവസം നാം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. കഴിഞ്ഞ 5 ദിനങ്ങളിൽ നാം ദൈവമായ കർത്താവ് നൽകിയ 10 കൽപ്പനകളിലെ 5 കൽപ്പനകൾ ധ്യാനിച്ചു. ഇന്നേ ദിവസം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിച്ചതിന് ശേഷം വീണ്ടും തുടർന്നുള്ള 6 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ നാം ധ്യാനിക്കുന്നതാണ്. ഈശോ ഇന്നേ ദിവസം സഭാപ്രസംഗകന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്തു ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. ഈശോയിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ നിലപാടുകളൊക്കെ ഏറ്റവും വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് അൾത്താരയോട് കൂടുതൽ അടുത്ത് നിന്നുകൊണ്ടാണോ നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണം, അതോ ഓരോ ദിനവും നമ്മൾ അൾത്താരയിൽ നിന്ന് അകന്ന് പിന്നോട്ട് മാറുന്ന അവസ്ഥയിലാണോ എന്ന് ചിന്തിച്ചു നോക്കുക. അതേപോലെ ദേവാലയത്തിലെ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു എന്റർടൈൻമെന്റ് കാണുന്ന ഒരേ ലാഘവത്തോടെയാണോ? ഈശോ നമുക്ക് വേണ്ടി പീഡ അനുഭവിക്കുമ്പോൾ അവിടുത്തെ ശരീരമൊക്കെ കീറി മുറിക്കപ്പെടുന്ന അവസ്ഥയിൽ നമുക്കിങ്ങനെ സുഖകരമായിട്ടിരുന്നു കൊണ്ട് പരിശുദ്ധ കുർബാന ഒരു ഫിലിം കാണുന്ന ലാഘവത്തോടെ കണ്ടിരിക്കാൻ കഴിയുമോ? ഈശോ നമുക്ക് വേണ്ടി കീറി മുറിക്കപ്പെടുമ്പോൾ, ശരീരത്തിൽ ഒരുപാട് പീഡകൾ ഏൽക്കുമ്പോൾ, ഈശോയിൽ പ്രിയമുള്ളവരെ, ആ വേദനയോട് ചേർത്ത് നമ്മുടെ വേദനകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ബലിയർപ്പിക്കുക. കാരണം നമ്മളും പുരോഹിത ഗണത്തിൽപ്പെട്ടവരാണ്, പുരോഹിതര് തന്നെയാണ്. അപ്പോൾ ആ വേദനയോട്, സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അല്പം സഹനമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ പരിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിലെ നമ്മുടെ നിലപാടുകളുണ്ട്. നിൽക്കേണ്ട സമയമുണ്ട്, ഇരിക്കേണ്ട സമയമുണ്ട്, മുട്ടിന്മേൽ നിൽക്കേണ്ട സമയമൊക്കെയുണ്ട്. ഇതൊക്കെ നമ്മൾ എപ്രകാരമാണ് ചെയ്യുന്നത്? അതിന്റെ തീക്ഷ്ണതയോടെ, ആത്മാർത്ഥതയോടുകൂടിയൊക്കെ തന്നെയാണോ നമ്മൾ ചെയ്യുന്നത്? അതോ നമ്മൾ മറ്റ് നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് കൂടുതലായിട്ട് ഇരിക്കുവാനും, അല്ലെങ്കിൽ ഒരു വിശ്രമാവസ്ഥയിൽ എന്നതുപോലെയാണോ നമ്മുടെ അവസ്ഥകളെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു? ഈശോ അത്രയേറെ നമുക്ക് വേണ്ടി സഹിക്കുമ്പോൾ, കീറി മുറിക്കപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സഹിച്ച് നമ്മുടെ, അല്ലെങ്കിൽ ഒരു ഇരിപ്പിടങ്ങളിൽ ഇരിക്കാനായിട്ട് കഴിയുക? നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈശോ അത്രയേറെ ഓരോ പരിശുദ്ധ കുർബാനയിലും സഹിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ അലസരായി മറ്റുള്ളവർക്ക് ദുർമാതൃക നൽകുന്നവരായിട്ടൊക്കെയാണോ നിൽക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കുന്ന, അല്ലെങ്കിൽ തോണ്ടുന്ന, ചിരിക്കുന്ന അനുഭവങ്ങൾ, മൊബൈലിൽ നോക്കുന്ന അനുഭവങ്ങൾ, പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ കോള് വന്നു കഴിയുമ്പോൾ നമ്മൾ മൊബൈലുമായിട്ടൊക്കെ പുറത്തേക്ക് ഓടുന്ന അവസ്ഥകളുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈശോ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ഓർക്കുക. അതേപോലെ പരിശുദ്ധ കുർബാനയുടെ സ്വീകരണങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ നാഥനും രക്ഷകനുമായ, നമ്മുടെ സൃഷ്ടാവായ നമുക്ക് വേണ്ടി മുറിഞ്ഞ ഈശോയെ സ്വീകരിക്കാനായിട്ട് നാം എപ്രകാരമാണ് പോകുന്നത്? നമ്മുടെ കൈയൊക്കെ ഒന്ന് കൂപ്പിപ്പിടിച്ച് ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നുള്ള ചിന്തയോടുകൂടിയാണോ നമ്മൾ പോകുന്നത്? കുർബാന സ്വീകരിച്ച ശേഷം നമ്മൾ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്നതും അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ ഹൃദയത്തോട് നമ്മുടെ കരങ്ങളൊന്ന് ചേർത്ത് വെക്കാനായിട്ട് പലപ്പോഴും നമ്മൾ മടിക്കുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ നാളില്, ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈശോ നമുക്ക് വേണ്ടി അത്രയേറെ ക്രൂരമായിട്ടുള്ള പീഡാസഹനങ്ങൾ, ലോകത്തിൽ ഒരു ദിനം ഏതാണ്ട് 5 ലക്ഷത്തോളം പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി എല്ലാ ബലികളിലും അവിടുന്ന് മുറിയുന്നുണ്ട്. എല്ലാ ബലികളിലും പുരോഹിതൻ നമ്മെ ഓർക്കുന്നുണ്ട്. ഈശോയിൽ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്: പരിശുദ്ധ കുർബാന എന്തെന്ന് മനസ്സിലാക്കി പരിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കുക. പരിശുദ്ധ കുർബാനയിൽ തീഷ്ണതയോടെ ദൈവത്തെ ആരാധിക്കുക. അലസരായി നിൽക്കാതെ ഈശോയുടെ പീഡാസഹനങ്ങൾ അതെല്ലാം ഒന്ന് നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുക, ഈശോയെ സ്നേഹിക്കുക. ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ തിരുഹൃദയത്തിന് ഒത്തതാക്കി മാറ്റണമേ എന്ന് തന്നെ ഏറ്റവും തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിലെ പാപക്കറകളെ കഴുകിക്കളയണമേ, അങ്ങയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകരുതേ എന്ന് ഏറ്റവും തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം സകല സ്വർഗീയ മധ്യസ്ഥരുടെയും മാലാഖമാരുടെയൊക്കെ നിയോഗങ്ങൾ ചേർത്ത് വെക്കാം. കഴിഞ്ഞുപോയ തലമുറകളെ നമുക്ക് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ഈ ആത്മാക്കള് നമ്മുടെ മുൻപിൽ, നമ്മുടെ വശങ്ങളിൽ വന്നു നിന്നുകൊണ്ട് നമ്മോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയുടെ കരുണയൊഴുകട്ടെ, ഈശോയുടെ കൃപയൊഴുകട്ടെ. ഈശോയുടെ പ്രിയമുള്ള മക്കളെ, ഒന്നേ പറയാനായിട്ടുള്ളൂ: പരിശുദ്ധ കുർബാന ഈശോ നമുക്ക് വേണ്ടി തന്ന ഏറ്റവും വലിയ സമ്മാനമായി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ആ അത്ഭുതത്തെ നമ്മൾ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് പറയുന്ന പോലെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാനായിട്ട്, ഒരിക്കലും അപമാനിക്കാനായിട്ട് ഇടയാകരുത്. ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി തന്നെ പരിശുദ്ധ കുർബാനയിൽ ഒന്നു ചേരാം.
ബലിയർപ്പിക്കാം, ഈശോയോട് ചേർന്നിരിക്കാം, വിശുദ്ധരായി ജീവിക്കാം. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതം അതിനുവേണ്ടി പരിശ്രമിക്കുക, ജീവിതത്തെ ഒന്ന് മാറ്റുക, ഈശോയോട് ചേർന്ന് വിശുദ്ധരായി ജീവിക്കുക. നല്ല ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.